തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട്, കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാലുണ്ട്, അതുപോലെ കോഴിക്കോട് നിന്ന് ദിസ്നയുമുണ്ട്. ആദ്യം ശാലിനിയിലേക്ക് പോകാം. സുധീഷും ദിസ്നയും തുടരുക. ശാലിനി, എന്തൊക്കെയാണ് ഈ മേഖലയിൽ നിന്നുള്ള രാവിലെ തന്നെ വന്ന വാർത്ത? വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുതന്നെയായിരിക്കും അല്ലേ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്? ശാലിനി, നമസ്തേ. പ്രതിപിള്ള അങ്ങനെ തന്നെയാണ്. മസ്തിഷ്ക ജ്വരം തലസ്ഥാനത്ത് സ്ഥിരീകരിച്ച പശ്ചാത്തലം, കൂടുതൽ പേർ നിരീക്ഷണത്തിലായ സാഹചര്യം, ഇതൊക്കെ ആരോഗ്യവകുപ്പ് കാര്യമായി തന്നെ നിരീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നെയ്യാറ്റിൻകര അടക്കമുള്ള മേഖലകളിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് കടക്കാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ആരോഗ്യവകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഇന്ന് യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തി കൂടുതൽ നിയന്ത്രണത്തിലേക്കും നടപടികളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അപ്ഡേഷനുകൾ വരും മണിക്കൂറിൽ തലസ്ഥാനത്ത് നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് സഹായം അടക്കം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളടക്കം ഉടനടി തീരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് തെളിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേഷനായി വരാൻ പോകുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങൾ. ഒപ്പം തന്നെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടുതൽ ഉള്ളടക്കങ്ങൾ അടക്കം പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കലോത്സവങ്ങളിലടക്കം ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഖാദർ കമ്മിറ്റി ശുപാർശ ചെയ്യുകയാണ്. പരീക്ഷാ നടത്തിപ്പിലടക്കമുള്ള കാര്യങ്ങളിൽ 8ാം ക്ലാസ്സിൽ ഓൾ പാസ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇത് മന്ത്രിയുടെ പ്രതികരണവും വന്ന സാഹചര്യമുണ്ട്. ഈ അധ്യാപക സംഘടനകളുടെ അടക്കം പ്രതികരണങ്ങളും ഒപ്പം തന്നെ മന്ത്രിയുടെ കൂടുതൽ പ്രതികരണങ്ങളും ഈ വിഷയത്തിൽ ഇന്നുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. പ്രദീപ് പിള്ള. ഇനി കൊച്ചിയിൽ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇന്ന് എന്തൊക്കെ വാർത്തകൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കാം? രജനി, പ്രധാനമായും ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അത് പെരിന്തൽമണ്ണയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന നജീബ് കാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയുകയാണ്. ഇവിടുത്തെ ഇടതുപക്ഷ സ്വതന്ത്രനായിരുന്ന KP മുഹമ്മദ് മുസ്തഫയുടെ പരാതിയിലാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. ഇതിൽ 38 വോട്ടിനായിരുന്നു നജീബ് വിജയിച്ചിരുന്നത്. എന്നാൽ 300-ലധികം പോസ്റ്റൽ വോട്ടുകൾ സാങ്കേതിക കാരണം പറഞ്ഞ് എണ്ണിയില്ല എന്നുള്ള പരാതിയാണ്. ഇത് സംബന്ധിച്ച വിശദമായ പരിശോധനകൾ ഹൈക്കോടതി നടത്തിയിരുന്നു. ഇതിൻ്റെ വിധി ഇന്നുണ്ടാവും. മറ്റൊരു പ്രധാന വാർത്ത, മാവോയിസ്റ്റ് ഭീകരനായ 2 പേര് പിടിയിലായിരുന്നു. അവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുകയാണ്. അത് മൊയ്തീനും അതോടൊപ്പം തന്നെ മനോജുമാണ് പിടിയിലായത്. ഇന്ന് 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ് അവരെ കോടതിയിൽ ഹാജരാക്കും. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ മാവോയിസ്റ്റ് ഭീകരരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അത് സംബന്ധിച്ച് കോടതിയിൽ ചില വിശദീകരണങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകളും ഇന്ന് കൊച്ചിയിൽ നിന്ന് ഉണ്ടാകും. രജനി, താങ്ക് യു സുധീഷ്. ഇനി ദിസ്നയിലേക്ക്, കോഴിക്കോട് മേഖലയിൽ നിന്നുള്ള പ്രധാന വാർത്ത നമുക്കൊക്കെ അറിയാം. എന്നാലും എന്തൊക്കെയാണ് ദിസ്ന ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? പ്രദീപിള്ള, പ്രധാനമായും മന്ത്രി K രാജൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രധാനമായും ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്താണ് അദ്ദേഹം സന്ദർശനം നടത്തുക. ഉരുൾപൊട്ടലിൽ മരിച്ച മാത്യു മാഷിന്റെ വീട് സന്ദർശിക്കും. കൂടാതെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് ജില്ലയിലുണ്ട്. അതോടൊപ്പം തന്നെ മലമ്പുഴ ഡാം 11 മണിക്ക് തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ തന്നെയാണ് കോഴിക്കോട് റീജിയനിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന ന്യൂസ് അജണ്ട.